ഹലോ ഡിയർ നീറ്റ് ആസ്പിറൻസ്, ഇത് സനം കല്ലടി, ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ മിടുമിടുക്കിയായ വിദ്യാർത്ഥിനി. നീറ്റ് 2024 720-ൽ 710 മാർക്കിന് വേണ്ടി ഡൽഹി എയിംസിൽ ജോയിൻ ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി. ആദ്യമായിട്ട് സനം കല്ലടി നിങ്ങളോട് സംസാരിക്കുക, എങ്ങനെയാണ് നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ ഒരു വിജയം നേടാനായിട്ട് സനം കഴിഞ്ഞ വർഷം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്കറിയേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഈസിയും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാണ്. നമുക്ക് മാക്സിമം എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുമോ അത്രയും ചെയ്യുക. അതിപ്പോൾ ബ്രില്യൻറ്റിൻ്റെ അവർ പിന്നെ എക്സ്ട്രാ ഒരു 10 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേറെ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ മോഡൽ എക്സാമിൻ്റെ ടൈമിലാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ. ഞാൻ അത് തന്നെയാണ് ലാസ്റ്റ് മോഡൽ എക്സാമിൻ്റെ ടൈമിൽ ഫുള്ള് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് സനം കല്ലടിയുടെ ഫാമിലിയെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ഫാമിലിയുടെ ഡീറ്റെയിൽസ് സനം ഇപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, പിന്നെ എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. മൂത്ത ബ്രദർ ഇപ്പോൾ UK എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. രണ്ടാമത്തെ ബ്രദർ ഇവിടെ തന്നെ ഇപ്പം ഇൻറ്റേൺഷിപ്പ് ചെയ്യാണ്. ഷമീൽ കല്ലടി 2020 ബാച്ചായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു വിജയം കിട്ടിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പാരൻസിനെ പറ്റി തന്നെയാണ്. അവരുടെ അത്രയും അവർ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോൾ എത്ര മാർക്ക് പറഞ്ഞാലും അവരെന്നും വിളിക്കുമായിരുന്നു, മാർക്കിനെ പറ്റി പറയുക. അങ്ങനെ എന്താ പറയുക, ഒരിക്കലും സ്ട്രെസ്സോ ടെൻഷനോ തരാണ്ട് എനിക്ക് മാക്സിമം മോട്ടിവേഷൻ തന്ന് വീട്ടുകാർക്ക് വലിയ റോൾ തന്നെ ഉണ്ട് എനിക്ക് ഈ സ്കോർ കിട്ടിയതിൽ. മാതാപിതാക്കളും സഹോദരന്മാരും ഒക്കെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയുടെ ഉന്നതമായ വിജയത്തിൽ. അതോടൊപ്പം തന്നെ സനം കല്ലടിയുടെ ജ്യേഷ്ഠൻ 2020 ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൽ പഠിച്ച് ഇന്ന് എയിംസിലെ ഇന്റേൺ ചെയ്യുന്ന ഡോക്ടറാണ് ഷമീൽ കല്ലടി. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരാണ് ഡൽഹി എയിംസിലേക്ക് ബ്രില്യൻ സ്റ്റഡി സെൻ്ററിന്റെ ഹെൽപ്പോടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജ്യേഷ്ഠനും ഉണ്ട്, അനിയത്തിയുണ്ട്. ഇവിടെ ജ്യേഷ്ഠൻ ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ അനിയത്തി ഇവിടെ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിനിയായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ബ്രില്യൻ്റ് ഫാമിലിക്ക് മൊത്തത്തിൽ. അപ്പോൾ മാത്രമല്ല നമ്മുടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് സനം കല്ലടിയിൽ നിന്നും ചോദിച്ചറിയാനുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് റിപ്പീറ്റർ വിദ്യാർത്ഥിയായിട്ട് സനം കല്ലടി വരുമ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ തന്നെയാണ് ഈ കുട്ടി പഠിച്ചത്. ഇടയ്ക്ക് നല്ല മാർക്കുകൾ വാങ്ങും, A+, A+* ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില സമയത്ത് മാർക്ക് താന്നു പോകുമ്പോൾ ഞങ്ങളൊന്ന് കാണാറുണ്ട്. ഇനി സനം പറയുന്ന കാര്യങ്ങൾ ശരിക്കും ഈ വർഷത്തെ വിദ്യാർത്ഥികൾ കേട്ടെന്നാൽ അവർക്കെല്ലാവർക്കും ഒരു ഉന്നതമായ വിജയം നേടുന്നതിലേക്കുള്ള ചവിട്ടുപടിയാകും, അല്ലെങ്കിൽ പ്രചോദനാത്മകമായ ഒരു വാക്കുകളായിരിക്കും അത് സനത്തിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടറിയാം. എനിക്ക് ബ്രില്യൻറ്റിലെ ഓരോ എക്സാംസ് എഴുതുമ്പോഴും വീക്ക്ലി എല്ലാം എഴുതുമ്പോഴും എനിക്ക് അവിടെ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള എക്സാംസിൽ വെച്ച് ഏറ്റവും മാക്സിമം സ്കോർ എനിക്ക് കിട്ടിയത് നീറ്റ് എക്സാമിന് തന്നെ ആയിരുന്നു. 710 എന്ന് പറയുന്ന സ്കോർ. ബാക്കിയുള്ള എക്സാമിനൊന്നും എനിക്ക് 700 റേഞ്ചിൽ വളരെ റെയറായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ എനിക്ക് A+ അധികം എക്സാംസിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ റിപ്പീറ്റർ കോഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് നമ്മുടെ വീക്ക്ലി എക്സാംസിനും മോഡൽ എക്സാംസിനൊക്കെ അവിടെ ടോപ്പേഴ്സിന് ക്യാഷ് പ്രൈസ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കതിൽ ക്യാഷ് പ്രൈസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരിക്കൽ പോലും ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടില്ലെന്ന് പറയുമ്പോഴും അത് ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു ഗോൾഡ് മെഡൽ കിട്ടാൻ ആഗ്രഹിച്ചിരുന്നു. സനം കല്ലടി അത് നേടിയത് വിക്ടറി ഡേയിലാണ്. 720-ൽ 710 മാർക്ക് വാങ്ങി ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ വിക്ടറി ഡേക്ക് ബ്രില്യൻ സ്റ്റഡി സെൻ്റർ ഗോൾഡ് മെഡലും മെമ്മൻറ്റോയും ക്യാഷ് പ്രൈസും നൽകിയാണ് സനം കല്ലടിയെയും മാതാപിതാക്കളെയും ആ വിക്ടറി ഡേയുടെ വേദിയിൽ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷ്യം നിർത്തി സനം കല്ലടിക്ക് ബ്രില്യൻ സ്റ്റഡി സെൻ്റർ സമ്മാനിച്ചത്. അതോടൊപ്പം തന്നെ തളർന്നു പോകുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? ഒരു 590, 580 മാർക്കൊക്കെ കിട്ടിയ അവസരത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. സനം കല്ലടി എന്നോട് ഒന്ന് സംസാരിച്ചതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ ആശ്വസിപ്പിച്ചു വിടുമായിരുന്നു, അതൊക്കെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കുട്ടി നമ്മുടെ അടുത്ത് വന്നപ്പോഴത്തേന് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ടോ ഇല്ല, പക്ഷെ എപ്പോഴും ഹാപ്പിയാണ് ആൾ, അല്ലേ? ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയത്. ഒരിക്കൽ പോലും സങ്കടത്തിൻ്റെ രീതിയിലേക്ക് പോയിട്ടില്ല. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വിദ്യയായിരുന്നു അത്. കൃത്യമായിട്ട് ബ്രില്യൻറ്റിലെ നമ്മുടെ ജോർജ് സാറും ഞങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ കുട്ടി അനുസരിക്കുമായിരുന്നു. NCERT വായിക്കാൻ പറയുമ്പോൾ അതെല്ലാം ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു പോകുന്നത്. അതിൻ്റെ ഗുണം എപ്പോഴാണ് കിട്ടിയതെന്ന് ചോദിച്ചെന്നാൽ നീറ്റ് എക്സാമിലാണ് കിട്ടിയത്. ബ്രില്യൻറ്റിൻ്റെ അതേ പാറ്റേണിൽ പരീക്ഷകൾ എഴുതി ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താണ് ഈ വിജയത്തിലേക്ക് എത്തിയത്. അപ്പോൾ അവസാനവട്ട പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, അന്നേരം നേടിയ മാർക്കുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സനം കല്ലടിയോട് ചോദിച്ചറിയാം. എനിക്ക് ബ്രില്യൻറ്റിൽ ലാസ്റ്റ് ഒക്കെ നമുക്ക് ഏറ്റവും ഈസി മോഡൽ എക്സാംസ് ആയിരിക്കും നടത്തുക, ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് 695 എന്തോ സ്കോർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് സാറിന് ലാസ്റ്റ് എക്സാമിന് കഴിഞ്ഞിട്ട് ജസ്റ്റ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു 695 ഇല്ല, എന്തായാലും നിനക്ക് 700ൻ്റെ മേലെ എന്തായാലും എക്സാമിന് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനതന്ന് അത്ര മൈൻഡാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എക്സാം കഴിഞ്ഞപ്പം അങ്ങനെ കിട്ടി. എക്സാം കഴിഞ്ഞപ്പോൾ അച്ഛനാണ് എന്നെ വിളിക്കുന്നത്, കുഞ്ഞുമോൻ എന്നല്ല അച്ഛൻ്റെ പേര്. എക്സാം കഴിഞ്ഞ ശേഷം ബ്രില്യൻ്റ് കീ പബ്ലിഷ് ചെയ്യുന്നു. ആ കീ നോക്കിയതിന് ശേഷം
സനം കല്ലടിയുടെ ഫാദർ കുഞ്ഞുമോൻ എന്നാണ് സാറിൻ്റെ പേര്, എന്നെ വിളിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, എൻ്റെ മോക്ക് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും നല്ല മാർക്കാണ്, 710 മാർക്കാണ് ലഭിച്ചതെന്ന് പറഞ്ഞു. കീ കറക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ 710 മാർക്ക് നേടി. അപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞു എയിംസ് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. ഈ 720 710 മാർക്ക് നേടാൻ സനം കല്ലടിയെ സഹായിച്ച വേറെ പല കാരണങ്ങളുണ്ടാകാം. പേരൻസിൻ്റെ സപ്പോർട്ട് പറഞ്ഞു. ക്ലാസ് ടീച്ചർ ശ്രുതി മിസ് ആയിരുന്നു, Q40 ബാച്ചിലെ ടീച്ചറിൻ്റെ ഹെൽപ്പുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റലിലെ പ്രദീപ് സാറും അവരെല്ലാവരും കൃത്യമായിട്ട് ഓരോ കുട്ടിയെയും, അതായത് ബ്രില്യൻറ്റിൽ അഡ്മിഷൻ എടുക്കുന്ന ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ സപ്പോർട്ടാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നാളിതുവരെയും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ്റെ ഫലമായിട്ടാകാം, അല്ലെങ്കിൽ ആ കുട്ടികൾ കൃത്യമായിട്ട് പഠിക്കുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ ട്രെയിനിങ് മെത്തേഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ടാകാം ഇത്രയധികം നല്ല റിസൾട്ട് നേടി ഈ കുട്ടി ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് എയിംസിൽ എത്തി നിൽക്കുന്നത്. ഒരു വീട്ടിൽ നിന്ന് 2 പേരെ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എയിംസിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ ആത്മാർത്ഥത. അപ്പോൾ ചേട്ടൻ ഇവിടെ ആയി എന്നുള്ളത് തന്നെ ഒരു മോട്ടിവേഷനാണ്. കാരണം അനിയത്തിക്കും ഇവിടെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ചേട്ടൻ്റെ സപ്പോർട്ട് 100% അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും. പല ടീച്ചേഴ്സ്, ബ്രില്യൻ്റെ പ്രൊഫസേഴ്സ്, ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പൊക്കെ വളരെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ലേണിംഗ് ആപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതിനകത്ത് ഇപ്പോൾ ക്ലാസ്സസ് ആണെങ്കിൽ നമുക്ക് വീണ്ടും എടുത്ത് കാണാൻ എല്ലാ വർഷത്തെയും ക്ലാസ്സസ് അവൈലബിൾ ആയിരുന്നു. അതിന് മുന്നേ ഓൺലൈനിൽക്കാർക്ക് കൊടുക്കുന്ന അതേ ക്ലാസ്സസ് നമുക്കും അവൈലബിൾ ആയിരുന്നു. ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് കിട്ടാവും അത്രയും ക്വസ്റ്റ്യൻസ് ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ സ്ലീപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെയിലി എന്തായാലും 6 to 7 hours എന്തായാലും ഉറങ്ങണം. ഉറക്കം സാക്രിഫൈസ് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ കൂടുതൽ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും കറക്റ്റായിട്ട് കിട്ടില്ല. സോ അങ്ങനെ പിന്നെ ഫുഡ് കറക്റ്റായിട്ട് കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഈ വർഷം എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ സനം കല്ലടിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ നമുക്ക് കേൾക്കാം. എല്ലാവരും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പരീക്ഷ എഴുതുക. എല്ലാം ഇപ്പം എന്ത് വന്നാലും നമ്മൾ പഠിച്ചതേ വരുള്ളൂ. നമുക്ക് മാക്സിമം നമ്മൾ പഠിക്കാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല. സോ അത് നമ്മൾ കൂളായിട്ട് ടെൻഷൻ ഇല്ലാണ്ട് പതുക്കെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഫസ്റ്റ് ഫുൾ റൗണ്ട് പോവുക. പിന്നെ അടുത്തത് അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം കിട്ടാത്തത് രണ്ടാമത് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകുമ്പോൾ വീണ്ടും നമുക്ക് കിട്ടും. അങ്ങനെ ലാസ്റ്റ് ആ 3 hours കഴിയുന്നവരെ നമ്മൾ അതങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കിട്ടും. ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ടെൻഷൻ അടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ട് കിട്ടാവുന്നതേ ഉണ്ടാവും. ഏറ്റവും ഉന്നതമായ വിജയമാണ് സനം കല്ലടി നമുക്ക് ആശംസിക്കുന്നത്. എക്സാമിനായി ബ്രില്യൻ നൽകുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസിലും കൃത്യമായിട്ട് പാലിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. സനം കല്ലടിയുടെ മാതൃക നമുക്കും പിന്തുടരാം. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.